പ്രശാന്ത് സാർ നമസ്കാരം. കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ ലോകത്തിലുള്ള തീവ്രവാദ സംഘടനാ നേതാക്കന്മാരെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടുള്ള പല പോസ്റ്റുകൾ വരുന്നു. പല പല ചിത്രങ്ങൾ യഹിയ സിൻവറിനെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള തീവ്രവാദി നേതാക്കന്മാരെയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ഓട്ടോയുടെ പുറയിൽ ഈ തീവ്രവാദി നേതാക്കന്മാരെ ഇസ്മയിൽ ഖാനിയെയും സിൻവറിനെയും പോലുള്ള നേതാക്കന്മാരുടെ ഫോട്ടോകൾ വെച്ച് ഈ കൊച്ചി നഗരത്തിലൂടെ ഓട്ടോ ഓടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. പലപ്പോഴും സൈബർ ഗ്രൂപ്പുകളിൽ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ ഹമാസും പിന്നെ താലിബാനെയും അതുപോലെ താലിബാൻ വിസ്മയം തുടങ്ങി ഏതൊക്കെ തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുണ്ടോ അതിനെ എല്ലാം അനുകൂലിക്കുകയും അതിനെയെല്ലാം ഈ സമൂഹ മാധ്യമത്തിൽ വന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളം പോയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാർ ഇത് വളരെ ഗൗരവകരമായി എടുത്തിരിക്കുന്നു എന്നും ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളെ PFI എന്തായാലും നിരോധിച്ചു കഴിഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ SDPIക്ക് മുട്ടൻ പണി കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് സാർ കൂടുതൽ വിവരങ്ങൾ? പാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന വർത്തമാനം പോലും ഇന്ന് ശ്രദ്ധിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ്. ഇവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. അത്ര സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തി പോകുന്നത് കൊണ്ടും അത്ര സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്നതും കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ISISന്റെ പത്രത്തിൽ വന്ന റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇന്ത്യയിൽ വിചാരിക്കുന്നതൊന്നും നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്, ഞങ്ങളുടെ സ്ലീപ്പർ സെല്ലുകളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് കരുത്തുറ്റ ഒരു സംവിധാനം പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യയാണ് ഇന്നത്തെ ഇന്ത്യ എന്ന് പരസ്യമായിട്ട് ലോകത്തിൽ തന്നെ ഭീതിയോട് കാണുന്ന ഒരു ഈ ടെററിസ്റ്റ് ഗ്രൂപ്പ് പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആനപ്പുറത്ത് കയറി യുവന്മാര്. അതിന്റെ തലേന്നും കുറെ ആഴ്ചകളുമായിട്ട് ഈ PFIക്കാരൻ ആണെന്ന് നമ്മൾക്കും അറിയാം, ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ഓരോ ആൾക്കും അറിയാം, ഇന്ത്യ ഗവൺമെന്റിനും അറിയാം. അതിനകത്ത് നിൽക്കുന്നവന്മാരെല്ലാം നേരത്തെയും SDPയുടെ കൂടാരെന്നറിയാം, ഇപ്പോഴും SDPയുടെ കൂടാന്നറിയാം. എന്താണെന്നറിയത്തില്ല. 2024 ശേഷം മാളത്തിൽ ഇരുന്നവർക്ക് ചെറുതായിട്ട് എന്തൊക്കെയോ ഒരു ഊർജം കിട്ടി വെളിയിൽ വന്ന് SDPയെ ഒന്ന് നെഗളിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇത് പണ്ടത്തെ പൂട്ട് വെളിയിൽ വന്ന് ചില വെല്ലുവിളികളും ചില മുദ്രാവാക്യങ്ങളും ചില സമ്മേളനങ്ങളും എന്ത് വന്നാലും ഞങ്ങൾ അങ്ങ് കാണിക്കുമെന്നുള്ള രീതിയിലേക്കൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ആനപ്പുറത്ത് ഇവിടുത്തെ ഹമാസിന്റെ നേതാക്കന്മാരെ എഴുന്നള്ളിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ആനപ്പുറത്ത് കയറിയത് ഹമാസ് ആണെങ്കിൽ ഇവിടെ ഏറ്റവും ആദ്യം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ SDPI എന്ന് പറയുന്ന സംഘടനയെയും അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ ആണെന്ന് പറഞ്ഞ് ഇലക്ഷനെ നേരിടാൻ ആണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിയെയും ഇന്ന് നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും കേന്ദ്ര ഗവൺമെന്റ് ശേഖരിച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാമല്ലോ 2022 നമ്മൾ ഇവിടെ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ആരാടാ എന്തുവാടാ നിങ്ങളെ എനിക്കറിയാം, ആരെന്ത് പറഞ്ഞാലും ജോസഫ് മാഷിന്റെ കൈ വെട്ടിയവൻ ഇനിയും വെട്ടുമെന്ന് പറഞ്ഞതും അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരുടെ വീടറിയാവുന്നും അവനെ ഞങ്ങൾ തീർക്കുമെന്ന് പറയാനും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അവരുടെ മക്കളെയും ഭാര്യയും വെച്ചൊക്കെ ഭീഷണിപ്പെടുത്തുന്ന പ്രസംഗങ്ങളൊക്കെ നടത്തിയ ഒരു സുപ്രഭാതത്തിൽ 2022 വെളുപ്പിനെ 3 മണി സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങിയവനെ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയവനെ തട്ടി ഇണീപ്പിച്ച് അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാ ഈ പറയുന്ന ഗർഭപാത്രം പോലെ സുരക്ഷിതമാണെന്ന് കരുതിയിരുന്ന കേരളത്തിലുള്ള സുഡാപ്പികൾ അറിഞ്ഞത്. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ്, ഇതാണ് ഇതിന്റെ സംവിധാനം. ആ സംവിധാനത്തെ ഇന്ത്യയിലുടനീളം അന്നത്തെ റെയ്ഡ് അമിത്ഷായും അജിത് ഡോവലും നേരിട്ട് കണ്ട് അതിന് അതിന്റെ അല്ലെങ്കിൽ അതെങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനീ പറഞ്ഞത് അന്ന് പോയ സുഡാപ്പികൾ അല്ലെങ്കിൽ അന്ന് പോയ ഈ PFIക്കാരൻ ഇന്ന് എവിടാണെന്ന് അറിയത്തില്ല. അവന്റെ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ അതുകൊണ്ടൊന്ന് ഒരു ഒതുക്കം വന്ന് മുന്നോട്ട് പോയിരുന്ന PFIക്കാരന്റെ മറ്റൊരു മുഖമായ SDPIക്കാരൻ PFIക്കാരന്റെ അതേ പണിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ 2022 ഈ പറയുന്ന PFI നിരോധിച്ചല്ലോ. PFI നിരോധിച്ചതിന് ശേഷം ഏതാണ്ട് 100-300 കോടി രൂപയുടെ ആസ്തി ഇവിടെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അവന്റെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന NIA വെളിവിട്ടിട്ടുണ്ട്, കോടതി കൊടുത്തിട്ടുണ്ട്. പാർത്ഥന് അറിയാമോ? ഏതെങ്കിലും മാധ്യമം പറഞ്ഞായിരുന്നോ NIA എന്തോ പണിയാണ് ഇവിടെ ചെയ്തതെന്ന്? ഏതെങ്കിലും മാധ്യമത്തിൽ നിങ്ങൾ വായിച്ചായിരുന്നോ? 300 കോടി രൂപയുടെ അവന്റെ ആസ്തി ഇവിടെ കണ്ടുകെട്ടിയ വിവരം പാർത്ഥൻ അറിഞ്ഞായിരുന്നോ? ഇവിടെ നടന്നിരുന്ന ഇവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നടത്തിയിരുന്ന കുറെ NGOs ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ അതിന്റെ എല്ലാം പേര് ചാരിറ്റബിൾ ട്രസ്റ്റ്, കാരുണ്യ അല്ലെങ്കിൽ സ്വാന്തന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ട് പോവുകയും അതിനകത്ത് ചെല്ലുന്ന ആൾക്കാരെ ഈ വിധ്വംസ പ്രവർത്തനത്തിനകത്ത് സ്വാധീനിച്ച് അതിനുവേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കുന്നെന്നും അത് 2047 ആവുമ്പോൾ എല്ലാ രീതിയിലുമുള്ള അധിനിവേശത്തോടുകൂടി ഇന്ത്യ പിടിച്ചെടുക്കാൻ തയ്യാറാകുന്ന ഒരു രീതിയിലേക്ക് ഇവിടുത്തെ PFI കാരൻ പോകുന്നു എന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന SDPI കാരന്റെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ സ്വാധീനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായത് കൊണ്ട് ഈ ഒരു സംഘടനയെ അല്ലെങ്കിൽ UAPA വെച്ചിട്ട് നിരോധിക്കുന്നത് പോലെ അതിനപ്പുറം ചില മാനദണ്ഡങ്ങൾ കൂടി പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാൻ വേണ്ട രീതിയിലേക്കുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുന്നോട്ട് പോക്ക്. അല്ലെങ്കിൽ ഇനിയും എത്രണ്ണം മാളത്തിലുണ്ട് എന്ന് പല സമരങ്ങളുടെയും പുറകിൽ ആദ്യം പ്രമോഷൻ കൊടുത്തു നിന്ന് എല്ലാത്തിനെയും മാളത്തിന് വെളിയിൽ ചാടിച്ച് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ശൈലിയിലേക്ക് SDPI ആരൊക്കെ ഉണ്ട് എല്ലാവരും പുറത്തു ചാടട്ടെ എന്ന് കണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റാ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ വേറെ കാര്യം, ഹമാസിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഈ ഹമാസിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഹമാസിനെ യൂറോപ്യൻ കൺട്രീസില്, ആസ്ട്രേലിയയില് അല്ലെങ്കിൽ മറ്റ് പല പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിരോധിച്ചപ്പോൾ ഇവിടെ നിരോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 2015 ISIയെ നമ്മൾ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം ഒരു രാജ്യാന്തര സംഘടനയെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ഹമാസ് കഴിഞ്ഞ ദിവസം കാശ്മീർ പിടിക്കാൻ വേണ്ടി വന്നു, പാകിസ്ഥാനിൽ സംസാരിച്ചു. അതിന്റെ അടുത്ത ദിവസം ഇന്നലെ ആനപ്പുറത്ത് കയറി ഹമാസ് കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഹമാസിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഹമാസിന്റെ കാര്യത്തിൽ ആനപ്പുറത്ത് കയറ്റിയവനെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറത്ത് ഈ ആനപ്പുറത്ത് കയറ്റാൻ കുറെ കാലം കൊണ്ട് ഇവിടെ ആര് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ആശങ്ക വളരെ കാലം മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹമാസ് ഇവിടെ നമ്മളതിനെ നിരോധിക്കാഞ്ഞതും അല്ലെങ്കിൽ ഭീകര സംഘടനയിൽ ഉൾപ്പെടുത്താഞ്ഞതും എന്ന് പറഞ്ഞാൽ നേരിട്ടൊരു കാര്യത്തിനകത്ത് ഇന്ത്യയിൽ ഇടപെട്ടിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് ആൾക്കാരെ ഇതുവരെ റിക്രൂട്ട് ചെയ്തതായിട്ട് നമ്മൾക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെ തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ തെളിവുകൾ ലഭിച്ചു. ഞാൻ ഈ പറഞ്ഞതുപോലെ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് കിടക്കയിൽ നിന്ന് ഇടിപ്പിച്ചുകൊണ്ട് പോയ PFI കാരൻ ജെട്ടി ഇടാൻ സമ്മതിച്ചിട്ടില്ല, അല്ലെങ്കിൽ അടിവസ്ത്രം ഇടാൻ സമ്മതിച്ചിട്ടില്ലെന്ന് അന്ന് പരസ്യമായിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഇവിടുത്തെ സുഡാപ്പികൾ ഇപ്പൊ നമ്മൾ അറിയുന്നത് NIA വല പിരിച്ചു, SDPI കാരൻ ജെട്ടി ഇട്ടു തുടങ്ങിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം കൊണ്ടുപോയാൽ അത്യാവശ്യം ജെട്ടിയെങ്കിലും ഇട്ടുകൊണ്ട് പോകണമല്ലോ. അതുകൊണ്ട് ഭയന്നിട്ടുണ്ട്. ഇവനെയെല്ലാം പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, SDPI നിരോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ അതിന്റെ കൂടെ തന്നെ ഹമാസിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഇതിന്റെ വളർച്ച അല്ലെങ്കിൽ ഇതിന്റെ സ്ലീപ്പർ സെല്ലുകൾ എത്ര വലിപ്പത്തിലുണ്ടെന്നും അത് എവിടൊക്കെ ഉണ്ടെന്നും വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു സംവിധാനവും അതിനുവേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ രാവിലെ 8:30 മണിക്ക് ഓഫീസിൽ വന്നാൽ, ചോറും കെട്ടി ഓഫീസിൽ വന്നാൽ ആ ചോറും കഴിച്ച് 8:30 മണി വരെ ജോലി ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായും 3 മണിക്കൂർ ഉറങ്ങുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതേ നാണയത്തിലുള്ള അജിത് ഡോവലും ആ രീതിയിൽ ഇതിന്റെ സംവിധാനങ്ങളെല്ലാം ഉരുത്തിരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പാർത്ത 140 കോടി ജനമുള്ള ഇന്ത്യയിൽ 68% ഇപ്പോഴും നമുക്ക് ഒരു ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന ജനമുള്ള ഇന്ത്യയിൽ ഇവിടുത്തെ വലിയ വലിയ ഭീകര സംഘടനകൾക്ക് സ്ലീപ്പർ സെല്ലുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നടക്കുന്നത്. ഇതിനെക്കാട്ടി വലിയ ഈ പറയുന്ന നമ്മുടെ ഒരു ജില്ലയോ താലൂക്കിന്റെ അത്രയും പോലും വലിപ്പത്തിൽ ഇല്ലാത്ത രാജ്യങ്ങളിലാണ് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ കൂത്താടുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം നടത്തുന്നത്. ആ സമയത്താണ് 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഇവിടുത്തെ ഓരോ പ്രദേശങ്ങളും
തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരുന്ന ഈ തീവ്ര ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽപ്പില്ലാതെ പോകുന്ന ഒരവസ്ഥ. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇവിടുത്തെ NIA തീരുമാനിച്ചു, തെളിവുകൾ ശേഖരിച്ചു, അധികം കാലതാമസമില്ലാതെ SDPIയും നിരോധിക്കുന്ന ഒരവസ്ഥ വരും. ഹമാസ് ഭീകര സംഘടനയിൽ ഉൾപ്പെടും. അധികം ആനപ്പുറത്തിനി അധികം നാൾ കയറ്റേണ്ടി വരത്തില്ല. കയറ്റിയവനും ഈ പറഞ്ഞതുപോലെ അധികം നാൾ ഇവിടെ വിലസേണ്ട ഒരവസ്ഥ വരത്തില്ല. ഏതായാലും ആരാണ് ഹമാസിനെ ആനപ്പുറത്ത് കയറ്റുന്നതിന് വേണ്ടി നിന്നത് എന്നറിയാനും കൂടി സാധിച്ചു ഈ ഒതുക്കത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നീക്കം. ഏതായാലും തീരുമാനിച്ച വിവരം അനുസരിച്ച് SDPIക്കാരൻ ജെട്ടിയിടാനും തീരുമാനിച്ചു എന്നാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തിലെ ഈ പറയുന്ന പോലെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന, ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പണി വരുന്നുണ്ട് എങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട്, പല ഭീകരവാദ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് SDPIയും പല സുഡാപ്പികളും കരുതുന്നുണ്ട്. അത്തരത്തിൽ കരുതുന്ന ആളുകളെ എങ്ങനെ തളയ്ക്കണം അല്ലെങ്കിൽ ഒതുക്കണം എന്നറിയാവുന്ന ഒരു ഭരണാധികാരിയും ഭരണകൂടവും തന്നെയാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ രീതിയിലുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.